പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീല അനന്തം മാഷിനെ കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ സുശീല ആദ്യമേ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് മാഷിനോട് ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും നല്ല അധികാരത്തിൽ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് സുശീല ചെയ്യുന്നത്. അങ്ങനെ മാഷിനും സുശീലയുടെ ആ പ്രവൃത്തി ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സുശീല കൊടുത്ത ആ കസേര ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്ത ശേഷമാണ് മാഷ് അതിൽ കയറിയിരിക്കുന്നത്. അതും കാലും വെച്ചുകൊണ്ടാണ് സുശീലയുടെ മുഖത്തേക്ക് ചവിട്ടാൻ പോകുന്നത് പോലെയാണ് കാലുയർത്തി കാലും വെച്ച് അനന്തം മാഷ് സുശീലയുടെ മുന്നിലിരിക്കുന്നത്. എന്നിട്ട് പറയണ എന്താണാവോ സുശീലയ്ക്ക് ഇത്ര പറയാനുള്ളത് എന്നാ പറഞ്ഞു തുടങ്ങിക്കോ. സുശീല പറയാണ്, ഹർഷയുടെ ഭർത്താവ് രവി ഉണ്ടല്ലോ, അവനെയും കൂട്ടിപ്പിടിച്ച് ഇവിടുത്തെ അനുപമ എനിക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല ആനന്ദം മാഷിന് കൂടി നാണക്കേടാണ്. അപ്പോൾ മാഷ് പറയണേ, എൻ്റെ മാനക്കേട് ഓർത്ത് സുശീല വെറുതെ സങ്കടപ്പെടണ്ട, എൻ്റെ മകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. സുശീല പറയണ, അങ്ങനെയാണോ? എങ്കിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകൻ സത്യൻ്റെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മകൾ അനുപമ ആ രവിയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി പ്രതിഭയെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടി നോക്കുകയാണ് അവൾ. മാഷ് ചോദിക്കുകയാണ്, സത്യൻ്റെ കുടുംബം കലക്കാൻ വേണ്ടി അനുപമ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം നീ സത്യനോട് പറഞ്ഞു സുശീല? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സുശീലയ്ക്ക് ഉത്തരം മുട്ടി തലയും താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയണേ, നീ ആദ്യം ഇക്കാര്യം പോയി സത്യനോട് പറ, എന്നിട്ട് സത്യം വന്ന് എന്നോട് ചോദിക്കട്ടെ, അതിനുള്ള മറുപടി ഞാൻ അവനോട് പറഞ്ഞോളാം എന്നും പറഞ്ഞ് മാഷ് അകത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ സുശീല പറയണേ, മാഷേ ഒന്നവിടെ നിന്ന് എന്തിനാ മാഷേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ മകളും ഇവിടെ താമസിക്കുന്നത്? നിങ്ങൾക്ക് എന്നെയും എൻ്റെ മക്കളെയും നാണം കെടുത്താതെ ഇവിടെ നിന്ന് അങ്ങ് പോയിക്കൂടെ? കേട്ടപ്പോൾ മാഷ് പറയണേ, അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ലല്ലോ സുശീലെ, ചില കണക്കുകളൊക്കെ ബാക്കിയുണ്ടല്ലോ, അതുകൂടി തീർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അങ്ങനെയാണോ? എങ്കിൽ മാഷിന് എന്തോ ഒരു വലിയ നാണക്കേട് വരാനിരിക്കുന്നുണ്ട്, അതുകൂടി അനുഭവിച്ചിട്ടാവും ചിലപ്പോൾ പോവാൻ വിധിയുണ്ടാവുക. അതിപ്പോ ദൈവത്തിന് പോലും തടയാൻ കഴിയില്ലല്ലോ, ഒക്കെ അനുഭവിച്ചല്ലേ മതിയാവോ? എന്നാ ശരി, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് സുശീല അർത്ഥം വെച്ച് സംസാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് ദാസാറിന്റെ വീട്ടിലേക്ക് രഘുവും അമ്പിളിയും ചീരുവും കൂടി വരികയാണ് സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാസാറ് ചീരു എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പറയണേ, എല്ലാ കാര്യവും ചീരുവിനെ അറിയിച്ചു, ചീരുവാണ് ഞങ്ങളെ എല്ലാത്തിലും സഹായിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നാളെ തന്നെ ഇത് നമുക്ക് കൊച്ചിയിൽ കൊണ്ടുപോയി കൊടുക്കാം, എൻ്റെ പരിചയത്തിൽ 2-3 പേരുണ്ട്, എന്തായാലും 1 കോടിയിലധികം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ അമ്പിളിക്കും രഘുവിനും ചീരുവിനൊക്കെ ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഓണം കഴിഞ്ഞ ശേഷമാണ് രഘുവിൻ്റെ കമ്പനിയുടെ കാര്യത്തിനൊരു തീരുമാനമാവും. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിടാം എന്നൊക്കെ ദാസാറ് കൂടി പറയാട്ടോ. അങ്ങനെ പഞ്ചരത്നത്തിൽ വെച്ച് ഓണം ആഘോഷിക്കാൻ വേണ്ടി അമ്പിളിയും രഘുവും കൂടി തീരുമാനിക്കുകയാണ്. അതും അമ്പിളിയും രഘുവും കൂടിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. എല്ലാ തവണയും അച്ഛനാണ് നടത്താറുള്ളത്, ഇത്തവണ ഞങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ദാസാറിന് ഒരുപാട് സന്തോഷമാവാൻ. അപ്പോൾ ദാസാറിനോട് പറയണേ, എന്തായാലും അതിന് വേണ്ടി 1 ലക്ഷം രൂപ ദാസാറ് തന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാനത് തരാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ പഞ്ചരത്നത്തിൽ വെച്ച് രഘുവും അമ്പിളിയും കൂടി എല്ലാവരെയും വിളിച്ച് ഓണം ആഘോഷിക്കാം എന്നുള്ള തീരുമാനമെടുക്കുക. പിന്നീട് ആദിലിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഗോൾഡ് മാഫിയക്കാരെത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ജാമ്യത്തിന് ശ്രമിക്കുന്ന കാര്യമൊക്കെ ബോസ് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഈ വയ്യാത്ത അവസ്ഥയിൽ ഇനി ഒരു ജോലിയും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ ബോസിനെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല, ഞാൻ എൻ്റെ ജീവൻ പോയാലും ബോസിൻ്റെ പേര് എവിടെയും പറയാനും പോകുന്നില്ല, ഒരുപാട് വർഷങ്ങളോളമായില്ലേ ബോസിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്നു, ഒരുപാട് കോടികളുടെ ലാഭം ഞാൻ ബോസിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു, പക്ഷേ ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ആദിൽ പറയട്ടോ. അങ്ങനെ ആദിലിനെ വെറുതെ വിടാമെന്ന് തന്നെയാണ് ബോസ് പറഞ്ഞിട്ടുള്ളത്, ജാമ്യത്തിനുള്ള എല്ലാ സഹായവും ബോസ് ചെയ്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോവാണ്. അപ്പോൾ ആദിൽ മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത് രഘുവിനെ പോയി കാണണം എന്നുള്ളത് തന്നെയാണ്. രഘുവിൻ്റെ കാറിലാണ് ഞാൻ ആ സ്വർണം ഒളിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നൊക്കെയാണ് ആദിൽ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അനന്തമാഷിനെ വിളിച്ച് രഘു കാര്യങ്ങളൊക്കെ പറയാണ്, പഞ്ചരത്നത്തിൽ വെച്ച് എല്ലാവരെയും വിളിച്ച് ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കണം, എൻ്റെ വകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷം അനുപമയോട് ഇക്കാര്യം പറയട്ടോ. അപ്പോൾ ഭാനുമ്മയും കൂടി അവിടേക്ക് വരണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്ദ്രനെ കൂടി വിളിക്കണം മോളെ എന്ന് മാഷ് ചോദിക്കുമ്പോൾ, അല്ല ഇന്നലെ വന്ന് ആ സുശീല അച്ഛനെ ഭീഷണിപ്പെടുത്തിയതല്ലേ, അതുകൊണ്ട് ഉറപ്പായും ഇന്ദ്രേട്ടനെ കൂടി വിളിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രനെയും ഫോൺ വിളിച്ച് പറയാമെന്ന് നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ അവിടേക്ക് മഞ്ചാടിയും കൊണ്ടുവരുന്നത്. ഇന്ദ്രൻ എല്ലാവർക്കുമുള്ള ഓണക്കോടിയും എടുത്തോണ്ടാണ് വരുന്നത്. എന്നിട്ട് ഇന്ദ്രൻ മാഷിനും അനുപമയ്ക്കും കുഞ്ഞിനുമൊക്കെ ഭാനുമ്മയ്ക്കൊക്കെ ഉള്ള ഓണക്കോടി കൊടുക്കുന്ന സമയത്ത് മാഷ് പറയണേ, ഇത്തവണ ഓണം ആഘോഷിക്കുന്നത് പഞ്ചരത്നത്തിൽ വെച്ച് രഘുവാണ്, അപ്പോൾ എല്ലാവരും അവിടേക്ക് വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ദ്രനും അവിടേക്ക് വരണമെന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ഉറപ്പായും ഞാൻ അവിടേക്ക് വരാൻ വെച്ചാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പഞ്ചരത്നത്തിലേക്ക് കമ്മിറ്റിക്കാർ വരികയാണ്. ക്ലബ്ബ് കമ്മിറ്റിക്കാർ വന്നിട്ട് പറയണേ, ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ എല്ലാ സ്പോൺസറും വഹിക്കുന്നത് രഘുവാണ്, രഘുവിന് എവിടെ നിന്നാണ് ഇത്രയും അധികം പൈസ എന്ന് സരോജിനിയോട് ക്ലബ്ബ് കമ്മിറ്റിക്കാർ ചോദിച്ചറിയുകയാണ്. 2 ലക്ഷം രൂപയാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സരോജിനി പറയണേ, എന്തിനാണ് നിങ്ങൾ
അതൊക്കെ അന്വേഷിക്കുന്നത്? അപ്പം തന്നാ പോരെ, കുഴി എണ്ണണോ എന്നൊക്കെ ചോദിക്കണം. അല്ല, രഘുവാണ്, രഘുവിന് ഇനി എങ്ങാനും രഘു മുങ്ങിയാലോ എന്നുള്ള പേടി കൊണ്ടാണെന്ന് പറയുമ്പോൾ സരോജിനി പറയണ അനന്തം മാഷിന്റെ മരുമകനാണ് രഘു, അതുകൊണ്ട് ഒരിക്കലും മുങ്ങുകയൊന്നുമില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും രഘുവും അമ്പിളിയും ചീരുവും അവിടേക്ക് വരികയാണ്. കമ്മിറ്റിക്കാർ സംസാരിക്കുകയാണ്. 2 ലക്ഷം രൂപയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞ് ആദ്യം 1 ലക്ഷം രൂപ രഘു കൊടുക്കുന്ന സമയത്ത് അത് പറ്റില്ല, 2 ലക്ഷം രൂപ തികച്ചും വേണം എന്ന് പറയട്ടോ. അപ്പോൾ അമ്പിളി പറയണേ, അതിനെന്താ രഘുവേട്ട, 2 ലക്ഷമല്ലേ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത്, അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അതങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപയും അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ രഘുവും അമ്പിളിയും തവണത്തെ ഓണം നമുക്ക് പൊടിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് സുശീലയും സോനയും ശ്യാമും കൂടി സംസാരിക്കുകയാണ് ഓണത്തെക്കുറിച്ച്. എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് അവിടേക്ക് സത്യനും ഇന്ദ്രനും കൂടി വരുന്നത്. അപ്പോൾ ഓണമായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണ, നാളെ ഞാൻ പോയിട്ട് പ്രതിഭയെ കൊണ്ടുവരും. ഇന്ദ്രനോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സുശീല പറയണേ, ഇന്ദ്രൻ എന്ത് പ്രത്യേകിച്ച് ഒരു പരിപാടിയുമില്ല, ഇവിടെ തന്നെ അങ്ങനെ ഓണം ആഘോഷിക്കും. അപ്പോൾ ഇന്ദ്രൻ പറയണ, അല്ല അമ്മേ, എന്നെ പഞ്ചരത്നത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞതോടുകൂടി സുശീലയുടെ സ്വഭാവം അങ്ങ് മാറും. നീ എന്തിനാടാ പഞ്ചരത്നത്തിലേക്ക് പോകുന്നത്, അവിടെ നിന്റെ ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ സത്യം പറയണേ, ഇന്ദ്രേട്ടൻ പോയിക്കോട്ടെ അമ്മേ, എല്ലാ തവണയും ഓണത്തിന് ഇന്ദ്രേട്ടൻ പഞ്ചരത്നത്തിലേക്ക് പോകുന്നതല്ലേ. ഓ സുശീല പറയണ, എല്ലാ വർഷത്തെയും പോലെയല്ലല്ലോ ഈ വർഷം, അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതല്ലേ, പിന്നെ എന്തിന്റെ പേരിലാണ് ഇവൻ അവിടേക്ക് പോകുന്നത്. ഓ ശ്യാമ പറയണ, അങ്ങനെയല്ലല്ലോ അമ്മേ, വിച്ചുമോന്റെ അച്ഛനല്ലേ, എത്രയായാലും ആ ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സോന പറയണ, അത് ശരിയാണെന്ന് പറയുമ്പോൾ സുശീല പറയണ, ഒരു ശരിയുമില്ല, ഇന്ദ്രൻ എവിടെയും പോകുന്നില്ല, ഇന്ദ്രന് ഞാനാണോ വലുത് അത് അവരാണോ വലുത് എന്നാണ് എനിക്ക് അറിയണമല്ലോ, നീ എന്റെ വാക്ക് ധിക്കരിച്ച് പോകുമോ ഇന്ദ്ര എന്നങ്ങ് ചോദിച്ചതോടു കൂടി ഇന്ദ്രൻ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവാണ്. ഓ സത്യം പറയണേ, എന്തിനാണ് അമ്മ ഇങ്ങനെ ഏട്ടനെ വിഷമിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പറയണേ, ഞാൻ അവനെ വിഷമിപ്പിച്ചതൊന്നുമല്ല, അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, നമ്മുടെ കുടുംബം ഒരു കര കയറാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് മാത്രമാണ് അതറിയോ, നിങ്ങൾക്കൊക്കെ സ്വന്തം കാര്യം മാത്രമാണ് ചിന്തയുള്ളൂ, പക്ഷെ ഇന്ദ്രൻ അങ്ങനെയല്ല, ഇന്ദ്രൻ ഞാൻ പറഞ്ഞതാണ് കേൾക്കൂ, അതിനുള്ള ഗുണവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും, അതൊക്കെ ഇനി എല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുശീല അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സത്യനും ശ്യാമിനും സോനയ്ക്കും എന്ത് പറഞ്ഞാലും അമ്മ ഇന്ദ്രേട്ടനെ കരുവാക്കുകയാണല്ലോ, ഇന്ദ്രേട്ടനാണെങ്കിൽ അമ്മ പറയുന്ന എല്ലാ വാക്കുകളും അനുസരിക്കുകയാണല്ലോ, ഒന്ന് ധിക്കരിക്കുന്നത് പോലും ഇല്ലല്ലോ എന്നുള്ള അവർ നിസ്സഹായതോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇനി ഇന്ദ്രൻ സുശീലയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് തന്നെ പഞ്ചരത്നത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഓണം ആഘോഷിക്കാൻ വേണ്ടി സുശീലയെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അവിടെ പഞ്ചരത്നത്തിൽ ചെന്ന് എല്ലാവരും നല്ലതുപോലെ ഓണം ആഘോഷിക്കുകയാണ്. അങ്ങനെ രഘുവും അമ്പിളിയും സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഓണം അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇനി അമ്പിളിയെയും രഘുവിനെയും കാണാൻ വേണ്ടി ആ അതിഥി അവിടേക്ക് വരുന്നത്. അങ്ങനെ ആദിൽ അവിടേക്ക് വരിക കേട്ടോ. ആദിലിനെ കണ്ടതോടുകൂടി രഘു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആദിലാണെങ്കിലോ, രഘു ഈ ചെലവാക്കുന്ന പൈസയും എല്ലാം തന്നെ എൻ്റെ പണമാണ്, അവൻ ആ സ്വർണം വിറ്റിട്ടുള്ള പണമാണ് എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയിട്ടാണ് ആദിൽ രഘുവിനെ നോക്കുന്നത്. അങ്ങനെ രഘു ആദിലിനെ കണ്ടതോടുകൂടി ആദിലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്, എന്താണ് ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ സുഖവിവരങ്ങളൊക്കെ ആദിലിനോട് ചോദിച്ചറിയുകയാണ്. അങ്ങനെ ആദിൽ രഘുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. നിന്റെ കാറിൽ ഞാനൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി രഘു അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്താ ആദിൽ എന്ന് ചോദിക്കുമ്പോൾ, നീ ഒന്നും അറിയാത്തതുപോലെ ഒന്നും അഭിനയിക്കേണ്ട, നിന്റെ കാറിൽ ഞാൻ 1 കിലോ സ്വർണം ഒളിപ്പിച്ചു വെച്ചിരുന്നു, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്, എനിക്ക് ആ സ്വർണം തിരിച്ചു വേണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി രഘു അങ്ങ് ഞെട്ടിപ്പോവാണ്. കാര്യം അറിഞ്ഞതോടുകൂടി അമ്പിളി അങ്ങ് ഞെട്ടിപ്പോവാണ്. രഘുവിൻ്റെയും അമ്പിളിയുടെയും സന്തോഷത്തിന് അധികം ആയുസില്ലാതെ പോവുമോ, ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ ജീവിതം ഒരു കര കയറാൻ സമയമായിട്ടില്ലേ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അമ്പിളിയും രഘുവും ആദിലിനെ കണ്ടപ്പോൾ ആ ഷോക്കിലാണ് അവരുള്ളത്. സ്വർണം ആദിലിന് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ. അപ്പോൾ ആദിൽ രഘുവിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് തന്നെ നിന്റെ വണ്ടിയിൽ സ്വർണ്ണമുണ്ട് എന്നുള്ളത് ഞാൻ ആരെയും അറിയിക്കാതിരുന്നത് ഈ സ്വർണം എനിക്ക് സ്വന്തമാക്കണമെന്ന് കരുതിയിട്ടാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി ആദിൽ രഘുവിനോട് പറയുന്നത്. ഷീലയാണെങ്കിലോ ഇന്ദ്രന്റെ സ്വഭാവത്തിലെ വ്യത്യാസം കണ്ട് ആകെ പേടിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ധിക്കരിക്കൽ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ഇന്ദ്രനെ എനിക്ക് കൈവിട്ടു പോകുമോ, ഇന്ദ്രനാണ് എൻ്റെ ബലം എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ സുശീല നിൽക്കുന്നത്.